നമസ്കാരം ഡാർക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ സൈസിൽ മാക്സിമം ക്വാളിറ്റിയിൽ എങ്ങനെ വീഡിയോ റെൻഡർ ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 4K വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ റെസൊല്യൂഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. 4K റെസൊല്യൂഷനാണ്. അതേപോലെ 23.976 എന്നുള്ളൊരു അതായത് 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇതിൻ്റെ ഫ്രെയിം റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അതേപോലത്തെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു റെസൊല്യൂഷനിൽ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് മാനുവലി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ടൈം ലൈൻ കൊടുത്തിട്ട് ഇവിടെ യൂസ് എക്സ്പോർട്ട് സെറ്റിംഗ്സ് ഓഫ് ചെയ്ത ശേഷം ഇവിടെ ഫോർമാറ്റിൻ്റെ അകത്ത് വരിക. എന്നിട്ട് ഇവിടെ ഈ ഒരു ഫ്രെയിം റേറ്റ് മാറ്റിയിട്ട് 23.976 എന്നുള്ള ഈ ഒരു ഫ്രെയിം റേറ്റിലേക്ക് കൊടുക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ ഏത് ഫ്രെയിമിലാണോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതേ ഫ്രെയിമിൽ വീഡിയോ റെൻഡർ ചെയ്ത് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു മാറ്റം വരില്ല. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് 30 ഫ്രെയിമിൽ എടുത്തിട്ട് 60 ഫ്രെയിമിലാണ് ഔട്ട് എടുക്കുന്നത് വെച്ചാൽ ക്വാളിറ്റിയിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അതായത് ക്വാളിറ്റി കുറഞ്ഞു പോകും, കൂടുതലല്ല. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് അതേ റെസൊല്യൂഷനിൽ തന്നെ അതേ ഫ്രെയിമിൽ തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ടൈം ലൈനിലിട്ടു, നമുക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്ത് എടുത്തു. ഇത്തിരി ചെറിയ സൈസിൽ എടുക്കട്ടെ, റെൻഡർ ചെയ്ത് പെട്ടെന്ന് എടുക്കാമല്ലോ. ഓക്കെ, എന്നിട്ട് നേരെ ഡെലിവർ പേജിലേക്ക് വരിക. ഡെലിവർ പേജിൽ വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് കസ്റ്റം എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. കസ്റ്റം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ ക്വാളിറ്റി ടെസ്റ്റ്, 4K ടെസ്റ്റ് എന്തെങ്കിലും പേര് കൊടുക്കുക. പേരിൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഫോർമാറ്റ് നമ്മൾ MP4 കൊടുക്കുക. ക്വിക്ക് ടൈം ആയിരിക്കും മാക്കിലാണെങ്കിൽ ഉണ്ടാവുക. വിൻഡോസിലാകുമ്പോൾ മിക്കവാറും MP4 തന്നെ ആയിരിക്കും ഉണ്ടാവുക. MP4 കൊടുക്കുക. എന്നിട്ട് കൊഡാക്കിൻ്റെ അകത്ത് വരുന്ന സമയത്ത് H.265 കൊടുക്കുക. H.265 എന്ന് പറഞ്ഞാൽ H.264ൻ്റെ പുതിയ ഒരു കൊഡാക്കാണ്. ഈ കൊഡാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ H.264ൻ്റെ അത്ര സൈസ് വരില്ല, പക്ഷേ ക്വാളിറ്റിയിൽ യാതൊരു കുറവുണ്ടാവില്ല, അടിപൊളിയായിരിക്കും. മറ്റേ ആ ഒരു H.264ൻ്റെ അതേ ക്വാളിറ്റി കിട്ടും, പക്ഷേ സൈസ് കുറയും. അപ്പോൾ ആദ്യം തന്നെ സൈസ് നമ്മൾ ഇവിടെ കുറച്ചെടുത്തു അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 4Kയിലാണ് ഷൂട്ട് ചെയ്തതെങ്കിലും നമുക്ക് കാണാനുള്ള ആളുകൾ HD TV-യിലാണ് കാണാനുള്ളതെങ്കിൽ നമ്മൾ HD-യിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് സൈസ് കുറയും, പക്ഷേ ക്വാളിറ്റിയിൽ വലിയ കുറവൊന്നും വരില്ല. പക്ഷേ നമ്മൾ 4K TV-യിൽ ഇടുന്ന സമയത്ത് അപ്പോൾ ആ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ചെയ്ത അതേ റെസൊല്യൂഷൻ തന്നെ ഔട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഫ്രെയിം റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇവിടെ മാറ്റാൻ പാടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി മെയിൻ ആയിട്ടുള്ളൊരു കാര്യം വരാവുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഓട്ടോമാറ്റിക് മാറ്റി താഴെ റെസ്ട്രിക്റ്റഡ് ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. റെസ്ട്രിക്റ്റഡ് ടു അത് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിലിപ്പോൾ 80,000 ഒക്കെ ആയിരിക്കും ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതിന് മാറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന് തന്നെ 5000 ഒന്ന് തുടങ്ങി നോക്കാം. 5000 എന്നുള്ളൊരു ക്വാളിറ്റിയിൽ ഞാൻ ഇട്ടു. ഓക്കെ അല്ലേ, 5000 കേട്ടോ. എന്നിട്ട് താഴെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഓൺ ചെയ്യുക. അഡ്വാൻസ് സെറ്റിംഗ്സിൻ്റെ അകത്ത് ഇവിടെ ഫോഴ്സ് സൈസിങ് ടു ഹയർ ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ ഫോഴ്സ് ഡിബെയർ ടു ഹയസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് റെൻഡർക്ക് കൊടുക്കുക. നമുക്ക് മാക്സിമം സ്പീഡിൽ റെൻഡർ കിട്ടണമെങ്കിൽ SSD-യിലേക്ക് റെൻഡർ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ആ ഡിസ്കിലേക്ക് റെൻഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് റെൻഡർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് മാറ്റി വേറൊരു സെറ്റിംഗ്സിൽ എങ്ങനെയാണ് ക്വാളിറ്റി എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ റെൻഡറിങ് കഴിഞ്ഞു. ഇനി ഞാനിവിടെ വേറെ ഒന്നും മാറ്റില്ല, ബാക്കിയെല്ലാം അവിടെ വെച്ചുകൊണ്ട് ക്വാളിറ്റി റെസ്ട്രിക്റ്റഡ് ടു എന്നുള്ള ഇവിടെ 5000 കൊടുത്തു. ഒന്ന് 10,000 കൊടുക്കട്ടെ, ലേശം ഒന്ന് കൂട്ടിയിടാം, 10,000. എന്നിട്ട് റെൻഡർ ക്യൂ കൊടുക്കുകയാണ്. റീനെയിം ചെയ്യുക, വേറൊരു പേര് കൊടുക്കുക. 4K ടെസ്റ്റ് 10,000 അല്ലേ, 10K എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി 10K കഴിഞ്ഞു. ഇനി 50,000 കൊടുക്കാം. ഈ 3 നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം അല്ലേ. ഇനി റെൻഡർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റെൻഡർ ആകാൻ തുടങ്ങും. അപ്പോൾ റെൻഡർ ഔട്ട് എടുത്ത് കഴിഞ്ഞു. ഇനി ഓരോന്ന് റെൻഡർ ആയ ടൈം നോക്കാം അല്ലേ. 5000-ന് 7 സെക്കൻഡ്, പിന്നെ 10,000-ന് 10 സെക്കൻഡ്, 50,000-ന് 12 സെക്കൻഡ്, 1,00,000 എടുത്തതും 12 സെക്കൻഡ്. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് എടുത്തേക്കുന്നത്. ഇതിന് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. റിവീൽ ഇൻ ഫൈൻഡർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഔട്ട് എടുത്ത 4 വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് 4 സെലക്ട് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റം കാണാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ 4 വീഡിയോ പ്ലേ ചെയ്ത് നോക്കി, എനിക്ക് വലിയൊരു വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് താഴേക്കിട്ട് വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഒരു 1000 ഇട്ടു, വളരെ കുറഞ്ഞൊരു സൈസിലേക്ക് 1000 ഇട്ടു. എന്നിട്ടൊന്ന് നോക്കി നോക്കാം നമുക്ക് അല്ലേ. സ്ക്രീനെയും റെൻഡറിങ് 3 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ആ ഒരു ഫയൽ. അതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വലിയൊരു മാറ്റമൊന്നും കാണുന്നില്ല, എന്നാലും ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, കറക്റ്റ് ഒരു സ്റ്റക്ക് പോലെ ഒരു പിക്സലൈറ്റഡ് ആയിട്ട് കാണുന്ന പോലെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ക്വാളിറ്റി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ എന്നൊന്നും പറയാനില്ല, എന്നാലും കുറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എത്തിയത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ മാറ്റമുണ്ടോ? അതേപോലെ വലിയ മാറ്റം കാണില്ല. ഇനി ഓരോന്നിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. നമുക്ക്
അപ്പോൾ നമുക്ക് സൈസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ 1K ചെയ്തത്, അതായത് 1000 ചെയ്തത് 357 KB മാത്രമേ സൈസ് ഉള്ളൂ. പിന്നെ നമ്മൾ 5000 ചെയ്തത് 505 KB. ഈ 1K നോക്കണ്ട, ഇത് ക്ലിയർ കുറവുണ്ടല്ലോ, അപ്പോൾ അവനെ നമ്മൾ തട്ടിട്ടോ. പിന്നെ 5000 വലിയൊരു ക്ലിയർ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ 500 KB ഉള്ളൂ. അതിന് പകരം നമ്മൾ 10000 1 MB 1.3 MB ഉണ്ട്. പിന്നെ 50000 6.7 MB ഉണ്ട്. പിന്നെ നമ്മൾ 1 lakh കൊടുത്തത് 13.9 MB. അപ്പോൾ 500 KB എന്ന് 13 MB മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വീഡിയോസാണ് കാണിച്ചു തരാം. ഓക്കെ, 1 lakh. ഇവനെ രണ്ടുപേരും നമുക്ക് അടുപ്പിച്ചിട്ടിട്ട് ഒരുമിച്ചിട്ടൊന്ന് പ്ലേ നോക്കാം. നമുക്ക് ചെറിയൊരു മാറ്റം അറിയാനുണ്ട്. ഇവിടെ ഒത്തിരി ക്വാളിറ്റി കുറയുന്നുണ്ട്, പക്ഷേ വലിയൊരു മാറ്റമായിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. മേഘത്തിൻ്റെ അകത്ത് കുറച്ചൊരു ബ്ലറായ പോലെ ഇവിടെ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഇത്തിരി ഡീറ്റെയിൽസ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഇതിലൊരു മങ്ങിയ പോലെയാണുള്ളത്. തൊട്ടിപ്പുറത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. യൂട്യൂബ് കംപ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സൈസ് വേണ്ടവർക്ക് 500 KB എന്ന് 13 MB ഒരു മാറ്റമുണ്ട്. വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു MB സൈസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് 10,000 അല്ലേ, 10,000-ഉം 1 lakh-ഉം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നില്ല. ഇത് 1 lakh ആണ്, ഇത് 1 lakh ആണ്, ഇത് 10,000 ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നിങ്ങൾ മാക്സിമം 10,000 ബിറ്റ് റേറ്റിൽ ഇട്ടിട്ട് ഔട്ട് എടുത്ത് നോക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ 10,000 KB/s ക്വാളിറ്റി റിസ്ട്രിക്റ്റ് ചെയ്ത് എടുത്ത് നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ചെറിയ ക്വാളിറ്റി മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. ക്വാളിറ്റിയിൽ മാറ്റമേ വരില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. ചെറിയ ക്വാളിറ്റി മാറ്റങ്ങൾ വരും. പക്ഷേ നിങ്ങൾക്ക് അത് മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈസ് കുറച്ചിട്ട് ഔട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.